വിശുദ്ധ കന്യക മറിയാമിന് പരിശുദ്ധ റൂഹ നൽകിയ വരദാനങ്ങൾ തൻ്റെ ദൈവപുത്രനെ ഉള്ളിൽ വഹിക്കുക, ശരീരരക്തങ്ങൾ പകുത്ത് വചനമായ ദൈവത്തിന് നൽകുക, ജഡം ധരിച്ച വചനമായ ദൈവത്തെ പ്രപഞ്ചത്തിന് പ്രദാനം ചെയ്യുക എന്നിവയായിരുന്നു. വിശുദ്ധ കന്യക മറിയാം വചനമായ ദൈവത്തെ ലോകത്തിന് നൽകിയതുപോലെ പരിശുദ്ധ സഭ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ അപ്പവിഞ്ഞുകളിലുള്ള പരിശുദ്ധ റൂഹായുടെ ആവാസത്താൽ നമുക്ക് നൽകുന്നു. മാത്രമല്ല, വിശ്വാസികൾക്ക് കന്യക മറിയാമിനെ പോലെ ദൈവപുത്രനെ ഉള്ളിൽ വഹിച്ച് പരിശുദ്ധാലയമായി പരിണമിക്കാമെന്ന് വിശുദ്ധ ദൈവമാതാവിലുള്ള റൂഹായുടെ പ്രവർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധനായ പൗലോസ്ലീഹ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? പരിശുദ്ധ റൂഹായുടെ ആവസിപ്പിലൂടെ കന്യക മറിയാം ദൈവപുത്രനെ ഉള്ളിൽ സ്വീകരിച്ച് സ്വന്തം ശരീരരക്തങ്ങൾ സമ്മാനിച്ചതുകൊണ്ട് വിശ്വാസികൾക്ക് ആ കർത്തൃശരീരരക്തങ്ങൾ സ്വീകരിച്ച് ദേവാലയങ്ങളായി പരിണമിക്കുന്നതിനുള്ള പദവിയും ഭാഗ്യവും ലഭിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകയായ മാതാവേ, നീ ദൈവത്തിൻ്റെ സിംഹാസനമായി തീർന്നതിനാൽ നിനക്ക് ഭാഗ്യം. തൻ്റെ മാതാവിൻ്റെ ശരീരത്തെ ബഹുമാനിച്ച് സ്വർഗത്തിലേക്ക് കരേറ്റിയവനായ മശിഹാ തമ്പുരാനെ, നിന്റെ മാതാവിൻ്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ. കന്യകയായ മാതാവേ, നിന്റെ വിശുദ്ധാവസ്ഥയെ മഹത്വപ്പെടുത്തുവാനും നിന്നോട് സാദൃശ്യപ്പെടുവാനും നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് സഹായമായിരിക്കണമേ. ആമീൻ.